എന്തായാലും ഈ ഒരു സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിലേത് എന്ന പേരിൽ മറ്റൊരു ശബ്ദരേഖ കൂടി പുറത്തു വരികയാണ്. അതൊരിക്കൽ കൂടി കേൾക്കാം. ഡോക്ടർ അറിയാം, അമ്മയ്ക്കൊക്കെ അറിയുന്ന ഡോക്ടറാണ്. അപ്പൊ എനിക്കൊരു പേടിയുണ്ട് അവിടേക്ക്. എനിക്കാകെ വയ്യാണ്ടിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വൊമിറ്റിംഗ് ഉണ്ട്, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. എന്ത് ഡ്രാമ എന്നാണ് പറയുന്നത്? എനിക്ക് വയ്യാണ്ടിരിക്കാൻ ഞാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കാര്യത്തിൽ സഹിക്കാൻ പറ്റുന്നില്ല. ഇന്നുകൊണ്ട് ലോകം അവസാനിക്കാൻ പോകുമല്ലോ. എനിക്കൊരിക്കലും സമയത്ത് കൂടാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു. ഞാനെന്തിനാ അതിനെ പറ്റി പോകുന്നത്? പിന്നെ ഞാൻ ചോദിച്ചപ്പോ മാത്രം എനിക്ക് ഉറക്കെ വിളിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത്. എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല മര്യാദയ്ക്ക്. എന്താ പറയാ, സ്മെല്ലൊന്നും എനിക്ക് അത്രയ്ക്ക് പിടിക്കുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എനിക്കിത് ആരോടും പറയാനും പറ്റുന്നില്ല. നിങ്ങൾ കുറെ പേരെ കണ്ടിട്ടുണ്ടാവും. എനിക്ക് എൻ്റെ കാര്യം മാത്രമേ എനിക്കറിയൂ. ആദ്യത്തെ മാസം അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചു. എന്തിനാണ് ഇങ്ങനൊരു മാറ്റം വരുന്നത്? ഇത് ആരുടെ പ്ലാനാണ്? എൻ്റെ പ്ലാനാണോ? ആർക്കാണ് കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാനാണോ? പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ലാസ്റ്റ് മൊമെന്റിൽ ഇങ്ങനെ മാറുന്നത്? നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ കൊല്ല ചെയ്യുന്നത്? ഇങ്ങനെ എന്തിനാണ് ഈ കൊല്ലുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്കല്ലേ ഇതിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ആരുടെ സഹായം ഇല്ലാതെ, ഒരു മനുഷ്യന്റെ സഹായം ഇല്ലാതെ അത് ചെയ്തു തരുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്കറിയാം, നിങ്ങൾ ഒരുപാട് മാറി. ഇങ്ങനൊന്നും ആയിരുന്നില്ല. പിന്നെ വേണമെന്ന് വാശി പിടിച്ചതാരാ? ഞാനാണ്. വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കാണ് വേണം എന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ പ്ലാനിങ് തന്നെ. എൻ്റെ ശബ്ദരേഖയാണ് നമ്മൾ വീണ്ടും കേട്ടത്. അപ്പോൾ ഇതിനൊക്കെ ആര് മറുപടി പറയും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ശരിയാണ്, ആർ അനന്തകൃഷ്ണൻ തുടരുന്നുണ്ട്. അനന്തൻ, ഇതിപ്പോൾ നമ്മളിപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഈ തിരഞ്ഞെടുപ്പ് സമയത്തൊക്കെ പറയുമ്പോൾ പോലും ഈ ഒരു ആരോപണം മുന്നിലേക്ക് വരുന്നു. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും അയാളെ മാറ്റി നിർത്തുന്നു. എന്നിട്ട് പോലും സജീവമായി തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കോൺഗ്രസിന്റേതായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നിലേക്ക് പോകുന്നുണ്ട്. ഒരു ആരോപണ വിധേയനാണ്, മാറ്റി നിർത്തേണ്ടത് അനിവാര്യതയാണ്. എന്നിട്ട് പോലും ഈ വിഷയം ഇത്രയും നാളും സംസാരിക്കാതെ പോയി എന്നുള്ളത് ഒരു കഴിവായിട്ട് തന്നെ ഇനി കൂട്ടി കാണേണ്ടതുണ്ടോ? കാരണം ഇപ്പോൾ നമ്മൾ VK ശ്രീകണ്ഠനുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പോലും കൃത്യമായിട്ട് മറുപടി ഇല്ല കേട്ടോ. എനിക്കൊന്നും അറിയില്ല, ഐ ഡോണ്ട് നോ. ഞാനിപ്പോൾ ഇലക്ഷൻ വർക്കുകളുമായി ബന്ധപ്പെട്ട് ബിസിയാണ് എന്നാണ് VK ശ്രീകണ്ഠൻ പറഞ്ഞത്. ഇതേ VK ശ്രീകണ്ഠൻ തന്നെയാണ് കഴിഞ്ഞ ദിവസം രാഹുൽ പ്രചരണത്തിനെത്തിയാലൊക്കെ ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു ശബ്ദരേഖ പുറത്തേക്ക് വരുമ്പോൾ അത് ഏത് വിധത്തിൽ പാർട്ടിപരമായിട്ട് സ്വാധീനിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്? ഒന്ന്, മറ്റിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അന്വേഷണത്തെ കൂടി അത് സ്വാധീനിക്കില്ലേ? പൂജ, ഈ ശബ്ദരേഖയുടെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് നേരത്തെ വന്നതാണ്. ഇത് വന്ന് വലിയ വിവാദമാവുകയും ചെയ്തു. പക്ഷെ ആ ഘട്ടത്തിലൊന്നും ഇതിനകത്തൊരു പ്രത്യേകത, രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ശബ്ദരേഖ തൻ്റേതല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് ഏതെങ്കിലും തരത്തിലുള്ള നിഷേധ ഭാവം എടുത്തിട്ടില്ല. ഇത് നിഷേധിക്കുന്ന ഒരു നിലപാട് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പൊതുസമൂഹം ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഏതായാലും പോലീസ് നടത്തിയ പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട മാതൃഭൂമി ന്യൂസ് അന്ന് കുറെ വാർത്തകളൊക്കെ നൽകിയതാണ്. അതിന്റെ വാർത്തകളിൽ കുറെ കാര്യങ്ങൾ പുറത്തു വരികയും ചെയ്തതാണ്. അപ്പോൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. ക്രൈംബ്രാഞ്ച് സംഘം, അതായത് ഇങ്ങനെയൊരു യുവതിയെ കണ്ടുപിടിച്ചു. അവർ ഈ പരാതി ഉന്നയിക്കപ്പെടുന്ന യുവതിയെ കണ്ടുപിടിച്ചു. ക്രൈംബ്രാഞ്ച് സംഘം അവരുമായിട്ട് സംസാരിച്ചു. പക്ഷേ അവർ പരാതി നൽകാനില്ല എന്നാണ് അവരെ അറിയിച്ചത്. അതിനുശേഷം സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട IPS ഉദ്യോഗസ്ഥ ഈ ക്രൈംബ്രാഞ്ചിന് വേണ്ടി ഈ യുവതിയുമായി സംസാരിച്ച വിവരവും മാതൃഭൂമി ന്യൂസ് അന്ന് പുറത്തുവിട്ടിരുന്നു. IPS ഉദ്യോഗസ്ഥ സംസാരിച്ചപ്പോഴും അവർ പരാതി ഈ ഘട്ടത്തിൽ ഞാൻ ഉന്നയിക്കുന്നില്ല, പിന്നീട് പരാതി ഉണ്ടെങ്കിൽ തരാം, അപ്പോൾ പരാതി പറയുകയാണെങ്കിൽ എല്ലാ സംരക്ഷണവും തരാം എന്നുള്ള ഉറപ്പാണ് അന്ന് IPS ഉദ്യോഗസ്ഥ നൽകിയത്. എനിക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് വീണ്ടും ഇതേ IPS ഉദ്യോഗസ്ഥ
ഈ പെൺകുട്ടിയുമായി പിന്നീടും സംസാരിച്ചു എന്നുള്ളതാണ് നമുക്ക് പിന്നീട് കിട്ടിയ വിവരം. അതൊരു പ്രത്യേക സ്ഥലത്ത് തിരുവനന്തപുരത്ത് തന്നെ വരുത്തി, പോലീസിന്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് തന്നെ വരുത്തി അവിടെ വെച്ച് സംസാരിച്ചു. അപ്പോഴും ശരിക്കും പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു അറസ്റ്റ് അടക്കമുള്ള നീക്കങ്ങൾ നടത്താനുള്ള അല്ലെങ്കിൽ അത്തരം ഒരു കടുത്ത നടപടി, കാരണം ഇതിനകത്ത് ഒരുപാട് ഒഫൻസുകൾ പോലീസ് കണ്ടെത്തിയിരുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള നടപടികൾ എടുക്കാം അവരുടെ മൊഴി ലഭിച്ചാൽ എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് അന്ന് ആ സംസാരങ്ങളൊക്കെ നടന്നത്. പക്ഷേ അന്നേരവും ആ പെൺകുട്ടി അതിൽ നിന്ന് പരാതി നൽകുന്നതിൽ നിന്നും മൊഴി നൽകുന്നതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണെന്നുണ്ടായതെന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൽ നിന്ന് ചില സൂചനകൾ കൂടി ലഭിച്ചത് അന്ന് അണിയറയിലൊക്കെ പറഞ്ഞു കേട്ടിരുന്നത് ചില ഉറപ്പുകൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭാഗത്ത് നിന്ന് ഈ പെൺകുട്ടിക്ക് ലഭിച്ചു, അതിന്റെ ഭാഗമായിട്ടാണ് പരാതി നൽകാത്തത് എന്നൊക്കെയുള്ളതാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഈ ശബ്ദരേഖ പുറത്തു വരുന്നതിൽ ഒന്നിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്നുകിൽ ഉറപ്പുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ലംഘിച്ചു, അതിന്റെ ഭാഗമായി ആ പെൺകുട്ടി എന്തോ ഒരു പരാതി കൊടുക്കാൻ വീണ്ടും അല്ലെങ്കിൽ മൊഴി കൊടുക്കാൻ തയ്യാറായി രംഗത്ത് വരുന്നു, അതിന് മുന്നോടിയായി ഈ ശബ്ദരേഖ പുറത്തു വരുന്നു എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ കൺസെന്റ് ഇല്ലാതെ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി അത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഒപ്പം നിൽക്കുന്നവരാണോ അതോ എതിർചേരിയിലുള്ളവരാണോ, ഏതായാലും ഒരു രാഷ്ട്രീയ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ ശബ്ദരേഖ പുറത്തു വരുന്ന ഒരു നടപടി ഉണ്ടായി എന്നുള്ള ചില സംസാരങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ട് സാധ്യതകളാണ് ഇതിലുള്ളത്. അതിൽ പെൺകുട്ടി അവർ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൊഴി നൽകാൻ തയ്യാറായിട്ട് രംഗത്ത് വരികയാണെങ്കിൽ നിയമ നടപടികൾ വലിയ കുരുക്കായി രാഹുൽ മാങ്കൂട്ടത്തിന് മാറും. കാരണം വലിയ വരുമോ എന്നുള്ള നമുക്ക് കാരണം ഈ പറയുന്ന ഈ രണ്ട് സാധ്യതകളാണ് എങ്കിൽ പോലും ഇതുവരെയും ഈ വന്ന ആരോപണങ്ങളിൽ കൃത്യമായ ഒരു മറുപടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഇതിനു മുൻപ് ഒരു നടി ഇതുമായി ബന്ധപ്പെട്ടുള്ള പല ആരോപണങ്ങൾ വന്നപ്പോൾ അന്ന് മാധ്യമങ്ങളെടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് പോലും ഇങ്ങനെ തട്ടി മാറുന്ന രീതിയിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടി വന്നിട്ടില്ല. പക്ഷേ പാർട്ടി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ടല്ലോ, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ അല്പ സമയം മുമ്പ് നമ്മളൊരു നേതാവിനടുത്ത് സംസാരിച്ചപ്പോൾ പോലും അവർക്കൊന്നും അറിയത്തില്ല. ഓക്കെ, അവർ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലാണ്. പക്ഷേ മാറ്റി നിർത്തി ഈ ആരോപണങ്ങൾ ഇത്രയും ശക്തമായ ഒരു ആരോപണം മുന്നിലേക്ക് വരുന്നപ്പോൾ മാറ്റി നിർത്തിയ ആൾ ഇപ്പോഴും സജീവമായിട്ട് തന്നെ രംഗത്തുണ്ടല്ലോ, അതിനൊരു മറുപടിയെങ്കിലും വേണ്ടേ? തീർച്ചയായിട്ടും ഇപ്പോൾ പുറത്തു വന്ന ഈ ശബ്ദരേഖയുടെ സ്വഭാവം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ അങ്ങനെ പരാതി ഉന്നയിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ശബ്ദരേഖയിൽ ഉള്ളതെങ്കിൽ അതിന് ആധികാരികത ഇല്ലാത്തതുകൊണ്ടാണ് ഇൻവെർട്ടഡ് കോമയിൽ അങ്ങനെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ശബ്ദരേഖയ്ക്ക് ഉടമയായ അയാൾ ഗുരുതരമായ ഒരു കുറ്റകൃത്യം ആ പെൺകുട്ടിയോട് കാണിച്ചു എന്ന് വേണം അനുമാനിക്കാൻ. കാരണം അയാൾ അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യാനുള്ള എല്ലാ ആഗ്രഹങ്ങളും പ്രകടിപ്പിക്കുകയാണ്. അയാളുടെ ആഗ്രഹങ്ങളും ഉറപ്പുകളും വിശ്വസിച്ചുകൊണ്ട് ആ പെൺകുട്ടി ആ ആഗ്രഹത്തിന് വിധേയമാകുന്നു. അതിനുശേഷം ഗർഭം ധരിക്കുന്നു. പക്ഷേ അതോടെ അയാൾ വാക്കുമാറുന്നു. കൊടുംവഞ്ചനയാണ് അവിടെ നടന്നിരിക്കുന്നത്. അതിനുശേഷം ആ പെൺകുട്ടി നിർദാക്ഷിണ്യം അയാളുടെ രീതിയിൽ അല്ലെങ്കിൽ അയാൾ എന്താണോ ആഗ്രഹിക്കുന്നത് ഒരു ജീവനെ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന് അവരെ ഇരയാക്കുന്നു. അപ്പോൾ അവിടെ ഒരു ഒഫൻസ് സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിൽ ഈ പറയുന്ന ശബ്ദരേഖ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആണെങ്കിൽ ആ പെൺകുട്ടി യഥാർത്ഥ പരാതിക്കാരി ആണെങ്കിൽ ആ പെൺകുട്ടി ഇപ്പോൾ മൊഴി കൊടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ നിയമ നടപടികൾ കാര്യങ്ങൾ പോകും. കാരണം അത്രയും വലിയ ക്രൈം അവിടെ നടന്നു. പക്ഷേ ഇപ്പോഴും അതിൽ ആധികാരികത നമുക്കറിയില്ല. മറ്റൊന്ന്, രാഹുൽ മാങ്കൂട്ടത്തിന് ഇത് വലിയ തോതിൽ വിശദീകരിക്കേണ്ടി വരും. കാരണം ഇപ്പോഴും അയാൾ നിരാകരിച്ചിട്ടില്ല ഈ ശബ്ദരേഖ തൻ്റേതല്ല, അങ്ങനെ ഒരു യുവതി ഇല്ല എന്നുള്ള കാര്യം. പക്ഷേ പോലീസിന്റെ അന്വേഷണത്തിൽ നമ്മൾ നേരത്തെ വാർത്ത നൽകിയിട്ടുണ്ട്, അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അവരെ അന്വേഷണ സംഘം നേരിട്ട് കണ്ടിട്ടുണ്ട്, അവരുമായി സംസാരിച്ചിട്ടുണ്ട്. അവർ തൽക്കാലം പരാതി നൽകുന്നില്ല എന്ന് പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സംസാരിച്ചു എന്ന് പറയുമ്പോൾ ഈ ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് ശേഷമുള്ള എന്തെങ്കിലും തരത്തിലൊരു നീക്കങ്ങളാണോ അതോ ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കാണാനുള്ള സാധ്യതയുണ്ടോ? നേരത്തെ ഇപ്പോഴല്ല, ഇതിപ്പോൾ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഒരു 40 മിനിറ്റേ ആയിട്ടുള്ളൂ ഈ ശബ്ദരേഖ പുറത്ത് വന്നിട്ട്. ഇനിയിപ്പോൾ പോലീസ് എന്താണ് നടപടി, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ശബ്ദരേഖ ഇപ്പോൾ ഏതാണ്ട് 1:10 കൂടി പുറത്തേക്ക് വരുമ്പോൾ, പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വരുമ്പോൾ അതെങ്ങനെ വന്നു എന്നുള്ളത് പ്രസക്തമാണ്. അത് ആ പെൺകുട്ടിയുടെ അറിവോടെ ഇനിയൊരു മൊഴി കൊടുക്കാൻ തയ്യാറായിട്ട് ആ പെൺകുട്ടി അതിന് മുന്നോടിയായി ശബ്ദരേഖ വിട്ടതാണെങ്കിൽ ഇതാണ് എനിക്ക് സംഭവിച്ചതെന്ന് പൊതുസമൂഹം അതിനു മുമ്പ് അറിയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ശബ്ദരേഖ പുറത്തു വിട്ടിട്ടുള്ളതെങ്കിൽ അത് തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി അടയ്ക്കും. അത് നിയമ നടപടികളിലേക്ക് പോകും. മാത്രമല്ല, നേരത്തെ പൂജ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സംരക്ഷണം, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ഗുരുതരമായ ആരോപണം വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി നടപടിയെടുത്തു എന്ന് പറഞ്ഞ അതേ പാർട്ടിയുടെ പല ഘടകങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമായി പ്രസന്നവദനായി പ്രത്യക്ഷപ്പെടുന്ന കാഴ്ച മലയാളി സമൂഹം കണ്ടതാണ്, കേരളത്തിലെ രാഷ്ട്രീയ സമൂഹം കണ്ടതാണ്. അതിൽ പല സ്ഥലത്തും പാർട്ടി പരിപാടികൾ ഔദ്യോഗികമായി, പാർട്ടി ഓഫീസുകളിൽ ഔദ്യോഗികമായി, അതുപോലെ തന്നെ MLA എന്ന പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് സഭയിൽ അടക്കം അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്താണ് ആ രാഷ്ട്രീയ പാർട്ടി എടുത്ത നടപടിക്ക് പ്രസക്തി എന്ന് ചോദിച്ചാൽ അത് ഇൻവെർട്ടഡ് കോമയിൽ ഇടേണ്ടി വരും. അങ്ങനെ ഒന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാൻ പറ്റുമോ അനന്തൻ? കാരണം ഇത് ഒരു തിരഞ്ഞെടുപ്പ് സമയം കൂടിയല്ലേ. തീർച്ചയായിട്ടും
തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ ശബ്ദരേഖ വന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ സമയത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ശബ്ദരേഖ വന്നത് എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടും. ഏതാണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലുള്ള മറുപടിയും ഒരു പക്ഷേ അയാൾ മീഡിയയ്ക്ക് മുന്നിൽ വരികയാണെങ്കിൽ അയാളുടെ മറുപടി തെരഞ്ഞെടുപ്പ് കാലമായപ്പോൾ നേരത്തെ കൊടുത്തതിന്റെ ബാക്കിയുമായി വന്നിരിക്കുന്നു എന്നായിരിക്കും അയാൾ പറഞ്ഞൊഴിയാൻ കഴിയുക. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ അയാൾക്ക് അങ്ങനെ ഒരു യുവതി ഉണ്ടെങ്കിൽ ആ യുവതിയെ കൂടി അല്ലെങ്കിൽ യുവതി കൂടി പറയുന്ന ഒരു യുവതിയുടെ ഭാഗം കൂടി അയാൾക്ക് പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കേണ്ടി വരും. അതായത് ഞാൻ അറിയാതെയാണ് ഈ ശബ്ദരേഖ പുറത്ത് വന്നത് എന്നുള്ളത്.